ഇത്ര സംവിധാനം ഉണ്ടായിരുന്നല്ലേ? ടയർ ഇറങ്ങി വരുന്നു. ആ പിന്നെ താഴെ എത്തി. ആരത് തിരിച്ചു കയറ്റും? ലോക്ക് മാറ്റി ഇടിഞ്ഞെടുത്താൽ ഇത്രേ ഉള്ളോ? ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാം. ടയർ ഊരാൻ മാത്രമായിരുന്നു. സെക്യൂരിറ്റി ഒന്ന് നോക്കും. നിങ്ങൾ ആരാണ്ട വണ്ടിയെ കഴിച്ച് പഠിഞ്ഞു വന്നു കൊടുക്കട്ടെ. ടയറൊക്കെ അടിച്ചോണ്ട് പോവാൻ നോക്കുന്നു. ടയറൊക്കെ അടിച്ചോണ്ട് പോവാൻ നോക്കുന്നു. തടഞ്ഞ് കോങ്കോണിച്ച് കെയർ ചെയ്തെന്ന് തോന്നുന്നുണ്ട്. ഒരേ അളവില് കയറണം. അതെ. ഇതൊക്കെ അഴിച്ചെടുക്കണോ? ഇവരുണ്ട് ഇവിടെ ഉണ്ട്. സ്റ്റെപ്പിനി അടിക്കണ അടിക്കും. സ്റ്റെപ്പിനി നോക്കി അഴിച്ചു. ബോഡി മാത്രമേ കുഴപ്പമില്ലാതെ തന്നെ മതി. പൊങ്ങണ്ട് പൊങ്ങുന്നുണ്ട്. ഞങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ട് വണ്ടി പൊങ്ങുന്നുണ്ട്. ബോഡി ഒത്തിരി പോകുന്ന കേട്ടോ. അതിനകത്ത് ഇതിൽ ഈ ആക്സിലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ടയർ മാത്രമേ പൊങ്ങത്തുള്ളൂ. ടയർ പൊങ്ങുന്നില്ലല്ലോ. ടയർ അല്ലല്ലോ പൊങ്ങുന്ന, ബോഡിയാണല്ലോ മൊത്തം പൊങ്ങുന്നത്. ബാക്കിൽ വെച്ചാൽ കേട്ടോ. ആ അത് ബോഡി തോനെ പൊങ്ങത്തുള്ളൂ. ഓ പാപ്പ എക്സ് മിലിറ്ററി എങ്ങനെ ബോഡിയാണ് പൊങ്ങുന്നല്ല, ബോഡിയെ പൊങ്ങുന്നുള്ളൂ. ടയർ എവിടെടാ പൊങ്ങിയത്? ബോഡിയാണല്ലോ മൊത്തം പൊങ്ങി. ഇതിപ്പോ ടയർ മേളത്തെ ഇതില് പൈപ്പിലിടിക്കുമല്ലോ. പൊക്കി എന്താക്കിയോ? നിനക്ക് ഫ്ലൈറ്റ് ആണ് പൊക്കി വണ്ടി പൊങ്ങി പൊങ്ങി പോകുന്നുണ്ട്. മുകളിലത്തെ പൈപ്പ് തിരിച്ചാ കൊള്ളാം.
ഇതായിരിക്കും എളുപ്പം കേട്ടോ, ബാക്കി വെക്കുന്നത്. എയർലായി. ഇനിയും പൊങ്ങി. ഇപ്പൊ ഇനി ബോഡിയുടെ പൊക്കം കഴിഞ്ഞു, ഇനിയിപ്പോ ടയർ മാത്രമാണ് പൊങ്ങുന്നത്. അതിപ്പോ അവിടെ ചേട്ടാ കൂടെ ഇനിയും ഊരുകയും ചെയ്യുന്നുണ്ടോ ടയറ്? മതി അതെ, ഇനി ഫുഡ് റെസ്റ്റ് കൂടെ എല്ലാം അടിച്ചു പൊട്ടിക്കാതെ. അല്ല, ഈ ബാക്കി വെക്കാമെങ്കിൽ ഈസിയാ, ബാക്കി കൊടുത്താൽ മതി. അതാകുമ്പോ ബോഡി പൊങ്ങത്തേ ഉള്ളൂ. ഇതാകുമ്പോ ടയർ മാത്രമാണ് പോകുന്നത്, ബോഡിയായിട്ട് ഒരു ബന്ധമില്ല. അത് സ്വിച്ചൊക്കെ ആണ് എന്നാ പിന്നെ കേറുന്നത് സ്വിച്ച് ഇട്ടാക്കിയാൽ എയറിന്റെ ഉണ്ട് സ്വിച്ച്. ഹൈഡ്രോളിക്കിനൊക്കെ മറ്റേ കറണ്ടി കൊടുക്കുന്നത്, നമ്മുടെ ബാറ്ററി കുത്തി കൊടുക്കാന്ന് ബാക്കിയുണ്ട്. അത് ലോറിക്കായിരിക്കും. അല്ല, ലോറിക്കില്ല. ലോറിയുടെ ലോഡൊന്നും മതി, ഇതിലെ ബാറ്ററി കുത്തി. ലോറിയുടെ ഉണ്ട്, ജാക്കി അതായാലും ഉണ്ട്, പക്ഷെ കറണ്ടിന്ന് കൊടുക്കണം. ലോറിയുടെ ഒക്കെ അത്രയും ടണ്ണൊക്കെ വലിക്കുന്ന ഹൈഡ്രോളിക്ക് വലിക്കുന്നുണ്ട്. എല്ലാരും മഴപ്പിച്ച് നോക്കുന്നുണ്ട് കണ്ടിട്ടിട്ട്. കഴിയില്ലേ ലഗേജ് ഇപ്പം കിട്ടും, അത് രാവിലെ കയറ്റാം. രാത്രി കേട്ടണം, ബാക്കിയാണ് പ്രശ്നം. രാത്രി കയറ്റും, രാവിലെ കയറ്റൊന്നും പറ്റത്തില്ല. ഒതുക്കിയിടും. സൗണ്ട് മാറിയോ? സൗണ്ട് ഒക്കെ മാറി, പക്ഷെ ബാക്കില് ഇതിനകത്തിലൂടെ ചെയ്യാൻ ഒക്കത്തില്ലല്ലേ. അതെന്ത് പറഞ്ഞാൽ മതി, അമ്മാരൊക്കത്തില്ല. ഡോറേ ഒക്കത്തില്ല, 5 ഡോർ. അതിനകത്ത് സൗണ്ട് വരുന്നുണ്ടോ? അതിനകത്തിട്ട് എനിക്കൊന്നില്ല, കിറ്റിന്റെ ആയിരിക്കും എനിക്ക്. മറ്റേ കിറ്റ് കിട്ടില്ല, ഇല്ല ബാക്കിലെടുത്ത് വെക്കുന്നു. ട്രയാങ്കിളോ? അതെ, ഫസാഡ് ട്രയാങ്കിൾ. അതെടുത്ത് കളയാണ്. അതെടുത്ത് വീട്ടിൽ ചെന്ന് പൂജ ചെയ്യണം. അല്ല, നല്ല വെയിറ്റ് ആയി കേട്ടോ. അറിയാണ്ടല്ലോ. ഡോറൊക്കെ പിടിച്ചു ഇറങ്ങുമ്പോ ഉണ്ടല്ലോ, പൊട്ടുമ്പോ തന്നെ ചെറിയ വണ്ടി കൊണ്ട് പ്രസയും വാഗണറും ഒക്കെ കയറും അത്ര. അങ്ങനെ ജാക്കി വെച്ച് വണ്ടി പരീക്ഷിച്ചു നോക്കി. വണ്ടി പൊങ്ങുന്നുണ്ട്, ടയറ് പൊങ്ങുന്നുണ്ട്, എല്ലാം നല്ല പൊക്കമുണ്ട്. അതൊക്കെ പരീക്ഷിച്ചു നോക്കി. ബാഗിലത്തെ സീറ്റ് റിമൂവ് ചെയ്തിട്ടുള്ള ഇതാണിത്. നല്ല സ്പേസ് ഉണ്ട് ഞങ്ങക്ക്, കാരണം ആകെ 4 പേരാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബാക്കിലത്തെ സീറ്റ് ആവശ്യമില്ല, അത് മടക്കി വെച്ചിട്ട് ലഗേജ് വെക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് സീറ്റ് നമുക്ക് ഊരാൻ പറ്റുന്ന തരത്തിലാണ് ഇതില്. അപ്പൊ അത് ഊരി മാറ്റി വെച്ചു. ഇപ്പോ ഇത്രയും സ്പേസ് നമുക്കുണ്ട്, കാരണം അതിനുള്ള ലഗേജും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കൺജസ്റ്റഡ് ഇല്ലാതെ ലഗേജും ഒക്കെ ആയിട്ട് ബാക്കി നമുക്ക് ഇരിക്കാൻ ഫ്രണ്ടിൽ 4 പേരല്ലോ, പിന്നെ സുഖമായിട്ടിരിക്കാം. കാരണം XUV-ക്കകത്ത് ഞങ്ങൾ പോകുമ്പോൾ വേണമെങ്കിൽ നടുക്കൊരാൾക്കൊക്കെ ഇരിക്കാമായിരുന്നു, ഇതിനകത്ത് പക്ഷെ നടുക്കി ഇരിക്കാൻ പറ്റില്ല. പരിപാടി കഴിഞ്ഞല്ലേ വണ്ടിയുടെ? ഓക്കെ, അപ്പൊ വണ്ടിയുടെ സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പാക്ക് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്. അതും കൂടെ പാക്ക് ചെയ്തിട്ട് രാത്രിക്കുള്ളിൽ ലഗേജ് ഒക്കെ വണ്ടിയിൽ കയറ്റി സെറ്റ് ചെയ്യണം. രാവിലെ 6 മണിയാകുമ്പോൾ തന്നെ പുറപ്പെടാനുള്ള പരിപാടിയിലാണ്. വണ്ടി കഴിഞ്ഞു. ഇനിയിപ്പോ ഈ വണ്ടി ഒതുക്കിയിട്ടിട്ട് നമ്മുടെ XUV, കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വണ്ടി, നമ്മുടെ സാരഥി ഇവിടെ ഉണ്ട്. അപ്പോൾ XUV ഇങ്ങോട്ട് ഒതുക്കി ഇടണം, നമ്മുടെ വണ്ടി ഇങ്ങോട്ടും ഒതുക്കും.